എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം. നമ്മൾ അവരെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അൽക്കബിൽ നായ, ആ വിഭാഗത്തെ സ്നേഹിച്ചു. അതുകൊണ്ട് ആ നായ സ്വർഗത്തിലെന്ന് മഹാന്മാര് പറഞ്ഞു. ആ നായയുടെ സ്ഥാനം എത്ര വലുതാ. ഇന്നി യുഹിബ്ബു അഹ്ബാബല്ലാഹ് എന്ന നായ പറഞ്ഞു, ഞാൻ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരെ സ്നേഹിക്കുന്നു. മഹാന്മാരൊപ്പം നിന്നാ സ്വർഗത്ത് പോയിക്കൂടെ? മഹാന്മാരെ കൂടെ നിന്നാ സ്വർഗത്ത് പോകാൻ പറ്റും. അത് അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിച്ചതാ. മഹാന്മാരെ കൂടെ എന്ന് പറഞ്ഞാൽ ഇമാമത്ത് നിൽക്കുന്ന ഒരു ഇമാമ്, ആ ഇമാമിന്റെ ബാക്കിൽ വന്ന് തുടരുന്ന ആള് മസ്ബൂക്കാണെങ്കിൽ ഫാത്തിഹ വേണ്ട. ആരാ ഫാത്തിഹ ചുമന്നത്? ഇമാമ് കൊണ്ടുപോയി. ഇമാമിനുള്ള പവർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്വർഗത്തിൽ കടത്താൻ ചില മഹത്തുക്കൾക്ക് പഠിച്ചവരോട് ശുപാർശ ചെയ്യാൻ പറ്റും. സ്വർഗത്ത് പോകാനുള്ള ഏർപ്പാട് നിസ്കാരം. മസ്ബൂക്കിന് ഫാത്തിഹ വേണ്ട. ഫാത്തിഹ ഒരു അറഫ് തെറ്റിയാൽ നിസ്കാരം ശരിയാവില്ല. അങ്ങനത്തെ മനുഷ്യന് ഫാത്തിഹ പകുതി ഓതുള്ളൂ. റുക്കൂക്ക് ഇമാമിന് പോകുമ്പോൾ ഒപ്പണ് പോവാ, ഫാത്തിഹ മതി. അത് ആർക്കാ അവകാശം? ഇമാമിന് അവകാശം. ഏത് നാടൻ ഇമാമാണെങ്കിലും ശരി. ഇത് നമ്മൾ മുഴുവൻ അംഗീകരിക്കുന്നുവെങ്കിൽ നമ്മുടെ ചില കഴിവുകേടുകൾ പോക്കാൻ മഹാന്മാർക്ക് കഴിയില്ലേ? നമ്മുടെ ചില ദോഷങ്ങൾ പൊറപ്പിക്കാൻ അല്ലാഹുവിന്റെ മുമ്പിൽ അവർക്ക് പറഞ്ഞൂടെ? എന്താണ് വിശ്വസിക്കാൻ ഇത്ര തർക്കം? എന്താ അതിന്റെ പേരിൽ നമ്മളിത്ര വിഷമിക്കുന്നതിന്? എന്നിട്ടും ജനങ്ങളെ ഈമാൻ പഠിച്ചുപോയി, വിശ്വാസം പഠിച്ചുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ അടിമക്ക് അല്ലാഹ് മാത്രം പോരേന്ന് ചോദിച്ച് അടങ്ങാറാക്കട്ടെ.